അട്ടപ്പാടിയിലെ ഗോത്രജനതയുടെ മഹോത്സവമാണ് ശിവരാത്രി. 2 പകലും 2 രാത്രിയും നീളുന്ന മഹാ ഉത്സവം. മല്ലീശ്വരൻ ഗോത്രജനതയുടെ കാവൽ ദൈവമാണ്. ചെമ്മണ്ണൂരിലെ മല്ലീശ്വര ക്ഷേത്രവും അട്ടപ്പാടിക്ക് കാവലായി തലയുയർത്തി നിൽക്കുന്ന മല്ലീശ്വരൻ മലയും. ഒരു ത്രികോണം പോലെ ആകാശം തുളച്ചു നിൽക്കുന്ന മല്ലീശ്വരൻ അട്ടപ്പാടിക്കാർക്ക് ദൈവതുല്യമാണ്. മല്ലീശ്വരൻ വസിക്കുന്ന മല്ലീശ്വരൻ മലയ്ക്ക് കൈലാസത്തിന് സമമായ പവിത്രതയാണ് ആദിവാസി ജനത നൽകുന്നത്. കാട്ടാള വേഷം ധരിച്ചെത്തിയ ശിവൻ മുടുകമൂപ്പന്റെ സുന്ദരിയായ മകളുമായി പ്രണയത്തിലായെന്നും ശിവന്റെ വിവാഹാഭ്യർത്ഥന മൂപ്പൻ നിരസിച്ചതോടെ ഇരുവരും സൈലന്റ് വാലിക്കടുത്തുള്ള കരുവര ഊരിലേക്ക് അഭയം തേടിയെത്തിയെന്നും മല്ലി എന്ന മുടുകസുന്ദരി മൂപ്പന്റെ മകളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഊരുനിവാസികൾ അഭയം നൽകാൻ മടിച്ചതോടെ ഇരുവരും അവിടെ നിന്ന് അപ്രത്യക്ഷരായി എന്നും ഐതിഹ്യം തുടങ്ങുന്നു. മകളെ അന്വേഷിച്ച് ഭവാനിപ്പുഴക്കരയിലൂടെ എത്തിയ മൂപ്പനും കൂട്ടാളികളും പുഴയോരത്ത് തപസ് ചെയ്യുന്ന കാട്ടാളനെ കണ്ടുമുട്ടുന്നു. കാട്ടാളന്റെ ജട വളർന്ന് മാനം മുട്ടുന്ന മല്ലീശ്വരൻ മലയായി രൂപം കൊണ്ടു എന്നും ഐതിഹ്യം. മല്ലിയും മല്ലീശ്വരനും യഥാക്രമം ശിവപാർവതി സങ്കല്പമാകുന്നു. പവിത്രമായി കരുതുന്ന മല്ലീശ്വരൻ മലയുടെ മുകളിൽ ശിവരാത്രി ദിവസം വിളക്ക് തെളിയിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. മുടുക, കുറുമ്പ ഗോത്രവിഭാഗങ്ങൾക്കാണ് വിളക്ക് തെളിയിക്കാൻ മലയിൽ പോകാൻ അനുമതിയുള്ളത്. അതും 41 ദിവസത്തെ കഠിനമായ വ്രതനിഷ്ഠകൾക്ക് ശേഷം. മുഖ്യ മലപൂജാരിയുടെ നേതൃത്വത്തിൽ വ്രതമെടുത്ത മലപൂജാരിമാർ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ശിവരാത്രി ദിവസം രാവിലെ മലയിലേക്ക് പുറപ്പെടും. മലയിൽ വിളക്ക് തെളിയിക്കാനുള്ള എണ്ണയും തിരിയും ക്ഷേത്രത്തിലെത്തിക്കുന്നത് കോഴിക്കോട് സാമൂതിരി കോവിലകത്ത് നിന്നുമാണ്. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം കെട്ടിയൊരുക്കിയ തിരിയും മല്ലീശ്വരന് കാണിക്കയായി സമർപ്പിക്കാനുള്ള ധാന്യങ്ങളുമായി മലപൂജാരിമാർ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ യാത്രയാകും. മലയടിവാരത്തെ അടകല്ല് എന്ന സ്ഥലം വരെയാണ് പൊതുജനങ്ങൾക്ക് അകമ്പടി പോകാൻ അനുമതിയുള്ളത്. അടകല്ലിൽ നിന്ന് മുകളിലേക്ക് വ്രതമെടുത്ത പൂജാരിമാർ പൂജാദ്രവ്യങ്ങളും മലമുകളിൽ നിന്ന് തീർത്ഥം കൊണ്ടുവരാനുള്ള മുളങ്കുറ്റികളുമായി യാത്ര തുടരും. വൈകിട്ട് മലമുകളിലെത്തുന്ന സംഘം ഇരുട്ടുവീണാൽ മല്ലീശ്വരൻ മലയിൽ വിളക്ക് തെളിയിക്കും. അട്ടപ്പാടിയുടെ ഏത് കോണിൽ നിന്നാലും മല്ലീശ്വരന്റെ മുകളിലെ വിളക്ക് കാണാം, കരുവര ഊരിലൊഴികെ. മല്ലീശ്വരൻ അഭയം നൽകാത്തതുകൊണ്ടുള്ള ശാപമാണെന്നാണ് ഗോത്രജനതയുടെ വിശ്വാസം. മല്ലീശ്വരന്റെ മുകളിൽ വിളക്ക് തെളിയുന്നതുവരെ ഉപവാസമനുഷ്ഠിക്കുന്ന ആദിവാസി ജനത വിളക്കു കണ്ടതിന് ശേഷമാണ് ഭക്ഷണം തയ്യാറാക്കി കഴിക്കുക. പിന്നെ മല്ലീശ്വരൻ ക്ഷേത്രത്തിലേക്ക്. 2 ദിവസം ഉറങ്ങാതെ ഈ ജനത മല്ലീശ്വരന് കാവലിരിക്കും. വിളക്ക് തെളിയിക്കാൻ മലമുകളിലേക്ക് പോയ മലപൂജാരി സംഘം പിറ്റേന്ന് രാവിലെ മലമുകളിലെ തീർത്ഥവുമായി മടങ്ങിവരുമ്പോൾ അവരെ സ്വീകരിക്കാൻ അടകല്ലിൽ ഭക്തർ കാത്തിരിക്കും. മലയിറങ്ങിയെത്തുന്ന പൂജാരിമാർ റാഗി കൊണ്ട് ഈ പാറപ്പുറത്ത് അടചുട്ട് കഴിച്ച ശേഷമാണ് ക്ഷേത്രത്തിലെത്തുക. പൂജാരിമാരെ വരവേൽക്കാൻ വാദ്യമേളങ്ങളോടെ ഭവാനിക്കരയിൽ ആയിരങ്ങൾ കാത്തിരിക്കും. ആഘോഷമായി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ ഇരുള ആദിവാസി ഗോത്രത്തിന് അവകാശപ്പെട്ടതാണ്. മലയിൽ നിന്ന് മുളങ്കുറ്റിയിൽ കൊണ്ടുവരുന്ന തീർത്ഥം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ അർപ്പിക്കും. പൂർണ്ണമായും ഗോത്രാചാരപ്രകാരം ചടങ്ങുകൾ നടക്കുന്ന, ആദിവാസി ജനതയുടെ നേതൃത്വത്തിൽ ആഘോഷം നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മുഖ്യസ്ഥാനമാണ് മല്ലീശ്വര ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിന് ചുറ്റുമായി ഭക്തർ ആ വർഷം വിതയ്ക്കാൻ വെച്ച വിത്തുകളിൽ നിന്ന് ഒരു വിഹിതം എറിയുകയും കർഷകർ ഈ വിത്തുകൾ ശേഖരിച്ച് തങ്ങളുടെ വിത്തുകൾക്കൊപ്പം ചേർത്ത് വിളവിറക്കുകയും ചെയ്യും. മല്ലീശ്വരന് നേദിച്ച വിത്തുകൾ ചേർത്താണ് ഓരോ ആദിവാസി കർഷകനും അവന്റെ ഭൂമിയിൽ ആ വർഷം വിളവിറക്കുക. അതൊരു പ്രതീക്ഷയും ശക്തിയുമാണ് അവർക്ക്. അട്ടപ്പാടിക്ക് കാവലായി നിൽക്കുന്ന മല്ലീശ്വരൻ തങ്ങളുടെ വിളവും കാക്കും എന്ന ശുഭപ്രതീക്ഷ. ഗോത്രജനതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മല്ലീശ്വരന്റെ ശിവരാത്രി അട്ടപ്പാടിയുടെ മഹോത്സവമാണ്. അട്ടപ്പാടിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ്.